കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ഇനി UDF-ൽ തുടരാൻ അർഹതയില്ല. UDF യോഗങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റി നിർത്താനുമാണ് തീരുമാനം. UDF കൺവീനർ ബെന്നി ബെഹനാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ മാധ്യമങ്ങളോട് പറയുമ്പോൾ അന്ന് കേരള കോൺഗ്രസ് എമ്മിനായി സംസാരിക്കാൻ മുന്നിലുണ്ടായിരുന്ന നേതാവാണ് റോഷി അഗസ്റ്റിൻ. പലകുറി മാധ്യമങ്ങളെ കാണുകയും ദീർഘനേരം UDF തീരുമാനത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തു. ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാടനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമ്മർദ്ദത്തിലായ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിനായി UDF തീരുമാനത്തിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപിലുണ്ടായിരുന്നത് റോഷി അഗസ്റ്റിനായിരുന്നു. ജോസ് കെ മാണിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന റോഷി കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറി. ഈ നീക്കത്തിൽ എതിർപ്പറിയിച്ച് പല മുതിർന്ന നേതാക്കളും പിന്നോട്ട് പോയപ്പോഴും റോഷി ജോസിനൊപ്പം നിലകൊണ്ടു. ഇടതുമുന്നണിയിലെത്തിയ ജോസ് കെ മാണി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF-ന് നേടിക്കൊടുത്ത നേട്ടങ്ങൾ ചെറുതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 MLA-മാരെ വിജയിപ്പിച്ചെടുക്കാനും കേരള കോൺഗ്രസ് എമ്മിനായി. എന്നാൽ പാർട്ടിയുടെ ഹൃദയഭൂമിയായ പാലായിൽ മാണി സി കാപ്പനോട് ജോസ് കെ മാണിക്ക് പരാജയപ്പെടേണ്ടി വന്നു. എങ്കിലും ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ജോസ് കെ മാണി പക്ഷത്തിന് CPM നൽകി. പിന്നാലെ രാജ്യസഭാ MP സ്ഥാനവും നൽകി. അതായത് UDF-ൽ ലഭിക്കുന്നതിനേക്കാൾ മുന്തിയ പരിഗണന അവർക്ക് LDF-ൽ ലഭിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി വിജയിച്ചിരുന്നുവെങ്കിൽ മന്ത്രിസ്ഥാനത്ത് എത്തുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ജോസ് പരാജയപ്പെട്ടതോടെ ഇടുക്കിയിൽ നിന്ന് വിജയിച്ച് കയറിയ റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം ലഭിച്ചു. ജലവിഭവ വകുപ്പ് എന്ന സുപ്രധാന മന്ത്രിസ്ഥാനം റോഷിയും, രാജ്യസഭാ MP-ആയി ജോസ് കെ മാണിയും, ചീഫ് വിപ്പായി ഡോക്ടർ N ജയരാജും കേരള കോൺഗ്രസിൻ്റെ അന്തസ്സുയർത്തി. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറച്ച കോട്ടകളിൽ പോലും കാര്യമായ മുന്നേറ്റം നടത്താൻ കേരള കോൺഗ്രസ് എമ്മിനായില്ല. പിന്നാലെ എത്തിയ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നേരിട്ടതോടെയാണ് ഇടതുമുന്നണി വിട്ട് UDF-ലേക്ക് മടങ്ങാനുള്ള ചർച്ചകളും നീക്കങ്ങളും നടന്നത്. ഈ നീക്കത്തിനോട് ജോസ് കെ മാണി അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും വിലങ്ങുതടിയായത് റോഷി അഗസ്റ്റിനായിരുന്നു എന്നതാണ് അത്ഭുതം. കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണി കഴിഞ്ഞാൽ രണ്ടാമനായി വേണമെങ്കിൽ റോഷിയെ പറയാം. അതിനാൽ തന്നെ റോഷിയുടെ നിലപാട് പാർട്ടിക്ക് നിർണായകവുമാണ്. ഇടതുമുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് റോഷി വ്യക്തമാക്കാൻ നിരവധി ഘടകങ്ങളുണ്ട്. 2ാം പിണറായി മന്ത്രിസഭയിലെ അംഗമായ റോഷി CPM-ഉമായും പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മിക്ക പരിപാടികളിലും സന്ദർശനങ്ങളും റോഷി എന്നും ഒപ്പമുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ജോസ് കെ മാണിയേക്കാൾ തികഞ്ഞ ബോധ്യം റോഷിക്കുണ്ട്. LDF-ലെ എല്ലാവരുമായി അടുത്ത ബന്ധവുമുണ്ട്. എന്നെങ്കിലും ജോസ് കെ മാണിക്ക് മനംമാറ്റം സംഭവിച്ചാൽ റോഷിയെ ഒപ്പം നിർത്താനുള്ള ശ്രമം CPM-ഉം മുഖ്യമന്ത്രിയും മുൻപ് തന്നെ സ്വീകരിച്ചിരുന്നു. റോഷിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തു. ഇതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട്. LDF-ലെ 3ാമത്തെ വലിയ കക്ഷിയായ കേരള കോൺഗ്രസ് എം മുന്നണി വിടുന്നതായുള്ള അഭ്യൂഹം പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി റോഷിയെ വിളിച്ച് ജോസ് കെ മാണിയുടെ നീക്കം പൊളിച്ചുവെന്നാണ് പുറത്തു വന്ന നിർണായക റിപ്പോർട്ട്. മുന്നണി വിടാൻ ഒരുക്കമല്ലാത്ത റോഷി അഗസ്റ്റിന് ഈ ആശയവിനിമയം കരുത്തു പകരുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി റോഷിയെ കൂടാതെ പ്രമോദ് നാരായണനെയും പ്രൊഫസർ N ജയരാജനെയും ഒപ്പം നിർത്താൻ CPM-നായി. ഇരുവരെയും ജോസിനൊപ്പം വിടാതെ പിടിച്ചു നിർത്തിയത് റോഷി അഗസ്റ്റിൻ മുഖേനയാണെന്നതിൽ സംശയമില്ല. ഇങ്ങനെ CPM-ഉമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റോഷി പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി സ്വീകരിക്കുന്ന തീരുമാനങ്ങൾക്ക് വിലങ്ങുതടിയാകാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. ഈ സാഹചര്യം തന്നെയാണ് UDF-ലേക്കുള്ള ജോസ് പക്ഷത്തിന് തിരിച്ചുപോക്കിന് തടയിട്ടതും. റോഷിയെ തള്ളിയുള്ള ഒരു തീരുമാനം കേരള കോൺഗ്രസ് എമ്മിനെ ഗുരുതരമായി ബാധിക്കുമെന്ന് ജോസ് കെ മാണിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.